വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിലൂടെ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ഫാർമക്കോളജി 3 സബ്ജക്റ്റിലെ നേസൽ ഡീകൺജസ്റ്റൻസ് ആൻഡ് റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നേസൽ ഡീകൺജസ്റ്റൻസ്? നേസൽ കഞ്ചഷൻ എന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താണ് നേസൽ കഞ്ചഷൻ എന്ന് നോക്കാം. നേസൽ കഞ്ചഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ പാസേജിൻ്റെ ബ്ലോക്കേജ് ആണ്. എന്ത് കാരണം? ഒന്നുകിൽ എക്സസ് ഫ്ലൂയിഡോ അല്ലെങ്കിൽ മ്യൂക്കസോ കാരണം, അതായത് വൈറൽ ഇൻഫെക്ഷൻസോ കോമൺ കോൾഡോ സ്മോക്ക് അതുപോലെ തന്നെ ഫ്ലൂ സൈനുസൈറ്റിസ് ഒക്കെ കാരണം നമ്മുടെ നേസൽ പാസേജിന് എക്സസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ മ്യൂക്കസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് നേസൽ പാസേജ് ബ്ലോക്കേജ് ഉണ്ടാവും. ആ ഒരു കണ്ടീഷനാണ് എന്ത്? നേസൽ കഞ്ചഷൻ എന്ന് പറയുന്നത്. ഈ സൈനുസൈറ്റിസ് എന്നൊരു ടേം നമ്മളിവിടെ യൂസ് ചെയ്തു. എന്താണ് സൈനുസൈറ്റിസ്? സൈനുസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ നേസൽ പാസേജിന് ചുറ്റുമുള്ള ക്യാവിറ്റീസിന് വരുന്ന ഇൻഫ്ലമേഷൻ കണ്ടീഷനെയാണ് നമ്മൾ സൈനുസൈറ്റിസ് എന്ന് പറയുക. നമ്മുടെ നോസിൽ നിന്ന് എയർ ഫ്ലോന് എന്ത് ചെയ്യാണ്? അവിടെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ആണ് അവിടെ കോസ് ചെയ്യണത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് നോക്കാം. കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ കോൾഡ്, ഫ്ലൂ, അലർജി, സൈനുസൈറ്റിസ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇറിറ്റൻസ്, സ്മോക്ക്. ഇതൊക്കെയാണ് എന്ത്? ഈ നേസൽ കഞ്ചഷൻ വരാനുള്ള കാരണങ്ങൾ. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, നോസ് ബ്ലീഡിങ്, റെഡ്യൂസ്ഡ് സെൻസ് ഓഫ് സ്മെൽ, മ്യൂക്കസ് ബിൽഡപ്പ്, സ്നീസിങ്, റണ്ണി നോസ്, വാട്ടറി ഐസ്. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത്. നോർമലി അല്ലെങ്കിൽ ബേസിക്കലി നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ 1 എഗോണിസ്റ്റ് ആണ്. ബേസിക്കലി നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ 1 എഗോണിസ്റ്റ് ആണ്. അത് വാസോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്യും. നേസൽ പാസേജിൽ വാസോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്ത് കൺജഷൻ എന്ത് ചെയ്യും? നമുക്ക് ക്യൂർ ആവും. ഇതാണ് നേസൽ ഡീകൺജസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ഈ നേസൽ ഡീകൺജസ്റ്റൻസ് എന്ത് ചെയ്യും? ആൽഫ 1 റിസപ്റ്റർ, നേസൽ എപ്പിത്തീലിയത്തിലുള്ള ആൽഫ 1 റിസപ്റ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്ത് ആൽഫ 1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ആൽഫ 1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നേസൽ സെക്രീഷനെ റെഡ്യൂസ് ചെയ്ത് നേസൽ കഞ്ചഷൻ കുറയ്ക്കാം. ഒരു മെത്തേഡ് അതാണ്. പിന്നെ ഈ ആൽഫ 1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി വാസോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്യാം. വാസോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ കുറയ്ക്കാം, നേസൽ പാസേജിനെ ഓപ്പൺ ചെയ്യാം, ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അടുത്തത് ടൈപ്സ് ആണ്. ടൈപ്സ് 2 ടൈപ്പ് ഉണ്ട്. ഓറലി അഡ്മിനിസ്റ്റേർഡ് ഉണ്ട്, ടോപ്പിക്കലി അഡ്മിനിസ്റ്റേർഡ് ഉണ്ട്. ഓറലി അഡ്മിനിസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ മ്യൂക്കോസയിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ കൺസ്ട്രിക്ഷൻ ആണ് അവിടെ കോസ് ചെയ്യുക. അങ്ങനെ സ്വെല്ലിംഗ് കുറയ്ക്കും, കഞ്ചഷൻ കുറയ്ക്കും. മോഡറേറ്റ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണുള്ളത്. 4 hours ആണ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ലെസ് പൊട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് ആണ് എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ, ഫിനൈലെഫ്രിൻ. ADR ആണ്. CNS സ്റ്റിമുലേഷൻ, നെർവസ്നെസ്, ഇൻസോംനിയ, ആൻസൈറ്റി, ഹെഡ് ഏക്ക്, ഹൈപ്പർ ടെൻഷൻ, പാൽപിറ്റേഷൻ, ടക്കികാർഡിയ. അടുത്തത് ടോപ്പിക്കലി അഡ്മിനിസ്റ്റേർഡിൽ വരുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പം. ടോപ്പിക്കലി അഡ്മിനിസ്റ്റേർഡിൽ വരുമ്പോൾ ഡയലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്തിട്ട് അത് കൺസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എങ്ങനെ? ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ഡയലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ മെക്കാനിസം വരിക. ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. 12 hours ആണ് ഇവിടെ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് അതിനുള്ളത്. എക്സാമ്പിൾസ് ആണ് ഓക്സിമെറ്റാസോളിൻ, സയലോമെറ്റാസോളിൻ, നെഫസോളിൻ. ADR ആണ്. ഇറിറ്റേഷൻസ് കോസ് ചെയ്യും നേസൽ മ്യൂക്കോസയ്ക്ക്, ലോക്കൽ ഇസ്കീമിയ, സെക്കൻഡറി വാസോ ഡൈലേഷൻ, CNS സ്റ്റിമുലേഷൻ, ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതാണ് 2 ടൈപ്സ് വരുന്നത്. അടുത്തത് റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ആണ്. റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നമ്മൾ എന്ത് പറയും? അനലെപ്റ്റിക്സ് എന്നും പറയുന്നുണ്ട്. റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് റെസ്പിറേറ്ററി സ്റ്റിമുലൻസ്. മെയിനായിട്ട് നമ്മൾ റെസ്പിറേറ്ററി ഫെയിലിയർ, റെസ്പിറേറ്ററി ഡിപ്രഷൻ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞാൽ അത് CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് മെയിനായിട്ട് ചെയ്യുക. അതിൻ്റെ ആക്ഷൻ കാണിക്കുക എങ്ങനെയാണ്? CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ഏർജ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ടൈഡൽ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ റെസ്പിറേറ്ററി സൈക്കിളിൻ്റെ സമയത്തും നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടും വരുന്ന എമൗണ്ട് ഓഫ് എയർ, അതിനാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയാം. അപ്പോൾ ടൈഡൽ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇൻക്രീസ് ആവുന്നുണ്ട് ഈ റെസ്പിറേറ്ററി സ്റ്റിമുലൻസിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ.
ഇനി അതിന് മെക്കാനിസം നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് നോക്കാം. റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് എന്താ ചെയ്യുക? കരോട്ടിഡ് ആർട്ടറിയിലെ കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ അയോർട്ടിക് ആർച്ചിനെയും കീമോ റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി CNSന് സ്റ്റിമുലേഷൻ കോസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇൻക്രീസ് ചെയ്യും, ബ്രീത്തിങ് റേറ്റും ഹേർട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും, ഏർജ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും, റെസ്പിറേഷനും ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എന്തിൻ്റെ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ്. റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് എന്ത് ചെയ്യും? കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് CNSന് സ്റ്റിമുലേഷൻ കോസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ബ്രീത്തിങ് റേറ്റും ഹാർട്ട് റേറ്റും കൂടും, ഏർജ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ റെസ്പിറേഷനും ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്ത്? മെക്കാനിസം ഓഫ് ആക്ഷൻ. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെന്റിലേഷൻ പോലെയുള്ള മെക്കാനിക്കൽ സ്റ്റിമുലേഷൻ്റെ അത്രത്തോളം എന്തല്ല, എഫക്റ്റീവ് അല്ല. അടുത്തത് അതിൻ്റെ യൂസസ് ആണ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസിന് യൂസ് ചെയ്യുന്നുണ്ട്, ആസ്മ, COPD, കോമ, അൺകോൺഷ്യസ്നെസ് ഈ ഒരു കേസസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് അനസ്തെറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്നോയിയ, അതായത് ഓക്സിജൻ്റെ ലെവലിലുള്ള ചേഞ്ച് ആണ്. അപ്നോയിയ ഇൻ പ്രീമച്വർ ഇൻഫൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹിപ്നോട്ടിക് ഡ്രഗ് പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ കണ്ടീഷൻസിലും യൂസ് ചെയ്യും. അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ് 20 to 40 seconds ആണ്. ഡ്യൂറേഷൻ വരുന്നത് 5 to 12 minutes ആണ്. ADR ആണ് നോസിയ, കഫ്, കൺവൽഷൻ, ഹൈപ്പർ ടെൻഷൻ. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഡോക്സപ്രാം. IV റൂട്ട് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. കഫീൻ ഉണ്ട്, തിയോഫൈലിൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കാണ് നോക്കിയത്. 2 ചെറിയ ടോപ്പിക്കാണ്, നേസൽ ഡീകൺജസ്റ്റൻസും റെസ്പിറേറ്ററി സ്റ്റിമുലൻസും. നേസൽ ഡീകൺജസ്റ്റൻസിൽ നമ്മൾ എന്താണ് നേസൽ കൺജഷൻ, അതിൻ്റെ കോസ്, സിംറ്റംസ്, പിന്നെ ബേസിക്കലി ഡ്രഗ് എന്താണ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ടൈപ്സ്, അത്രയാണ് നോക്കിയത്. റെസ്പിറേറ്ററി സ്റ്റിമുലൻസിൻ്റെ കേസിൽ എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ, ലിമിറ്റേഷൻ, യൂസ്, പിന്നെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, ഡ്യൂറേഷൻ, ADRും പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.